എനിക്ക് തോന്നി നീ ഇവിടേക്ക് തന്നെ ആയിരിക്കും വന്നതെന്ന്. നീ എന്താ മോളെ പറയാതെ വന്നത്? അച്ഛാ, അത് ഇത് മോറിക്ക് വല്ലേലും പറഞ്ഞിട്ട് വരാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്? കണ്ണിക്കൊണ്ട ബംഗാളികളും വരുത്തന്മാരും കടന്ന് വിരകുന്ന സ്ഥലം. നീ എന്താണ് ഇതൊക്കെ കണ്ടിട്ടൊന്നും മിണ്ടാത്തത്? സ്റ്റാൻഡേർഡിനനുസരിച്ച് സംസാരിക്കാൻ ചേച്ചിയെ കൊണ്ടേ പറ്റൂ, പറഞ്ഞോ? ഈ കള്ളന്മാരും ക്രിമിനലുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് നീ എന്താലോചിച്ച് അടികൊച്ച വന്നിരിക്കുന്നത്? നീ പത്രവും ന്യൂസും ഒന്നും കാണാറില്ലേ? ഓ, കെട്ടിയോന്റെ കളക്ടർ ഉദ്യോഗം കാണാൻ വന്നതായിരിക്കും. കണ്ടില്ലേ വല്ല ഭാരിച്ച പണിയെടുക്കുന്നത് വൃത്തികെട്ടവൻ. ഇങ്ങോട്ട് വാടി. അപ്പച്ചി വിട്, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നീ വരുന്നില്ലെന്നോ? ഇവൻ നിന്നെ നല്ലതുപോലെ തല്ലി വളർത്താത്തതിന്റെ എല്ലാ പോക്കണം കേട് നിനക്കുണ്ട്. പെണ്ണ് ഒന്നേ ഉള്ളെങ്കിലും ഓലയ്ക്കൊക്കെ തല്ലി വളർത്തണം. ഇങ്ങോട്ട് ഓടി. അപ്പച്ചി, അച്ഛാ എന്നെ വിടാൻ പറ അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ നീ ചുമട്ടുകാരനോട് പൊറുക്കാൻ പോവാണോ? ആണോടി? എടി, ഇവൻ 7ാം കൂലിയാടി. ഇവൻ ഈ പണിക്കിറങ്ങിയതേ ഇവന് വിയർപ്പിന്റെ അസുഖം മാറിയിട്ടൊന്നും അല്ല. ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പിന് ഈ കൊല്ലം MLA സീറ്റ് കിട്ടരുത്. മകളുടെ ഭർത്താവിനെ കൂലിപ്പണിക്ക് അയക്കുന്ന സമ്പന്നനായ കരുണാകരക്കുറുപ്പിന് ആളുകൾ വോട്ട് കൊടുക്കില്ലല്ലോ. അതിനുവേണ്ടി തിളപ്പിച്ച വെള്ളം നീ അതങ്ങ് ഇറക്കി വെച്ചാ മതി. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വരാൻ. എന്നെ വിട് അപ്പച്ചി, ഞാൻ വരില്ല. ഹരിതയുടെ കയ്യിൽ നിന്ന് വിട്. എന്നോട് ആജ്ഞാപിക്കാൻ വളർന്നോടാ ഏച്ചിപ്പട്ടി. നിന്നെ ഞാൻ വേണ്ട. ബന്ധം പറഞ്ഞു നോക്കിയാലേ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനുള്ള മരില്ല എന്റെ അച്ഛന്റെ ഈ പെങ്ങള്. ഓ, ഇവിടുന്ന് പോ. നോക്ക് കർണാടക, നീ എന്താണ് നോക്കി നിൽക്കുന്നേ? ഈ പട്ടി അടിച്ചു കൊല്ലണ. അത് കണ്ട അച്ഛമ്മ വന്ദനീച്ചയെ വിളിച്ചു പറയാൻ ശ്രമിച്ചപ്പോ അച്ഛമ്മയെ കൊല്ലാനായി നിങ്ങൾ ബോധപൂർവം തലക്കടിച്ചു. ആ അടിയിലല്ലേ അച്ഛമ്മയുടെ തലച്ചോറ് തകർന്നതും പിന്നീട് മരണപ്പെട്ടതും. നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിലല്ലേ ഞാൻ കുക്കയിൽ ചാടിയത്. ദൈവം ആയുസ് നീട്ടി തന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ചെയ്ത നീച പ്രവൃത്തി എന്താണെന്നും ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. മാശ്യാമേ, നമുക്ക് പോവാം. പക്ഷേ ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ? അതെ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, ഒരുമിച്ച് മരിച്ചൂടെ? കഴുത്തിൽ അനുവാദമില്ലാതെ ജഗൻ താലി കെട്ടി. കല്യാണ വൈഭോഗമേ
കെട്ടിക്കിടന്ന എന്റെ കഴുത്തിൽ ഒരു അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ആരും അറിയാതെ ജഗൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയുമായി വേദനയോടെ നടന്നവളാ ഞാൻ. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ കണ്ടുകൊള്ളുക. അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ തന്നെ നേരിടുക. സ്വാമി, ആരാ ഇത് ചെയ്തത്? അത് നീ തന്നെ കണ്ടുപിടിക്കും. പിന്നീട് ഈ നടയിൽ വെച്ച് തന്നെ ജഗൻ കുറ്റസമ്മതം നടത്തി എന്നെ ഭാര്യയായി സ്വീകരിച്ചു.